സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ചിത്രം പ്രചരിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെതിരെ അന്വേഷണം തുടരാൻ പോലീസ് നാളെ മൊഴി രേഖപ്പെടുത്തും. സുബ്രഹ്മണ്യന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനം. അതിനിടെ സുബ്രഹ്മണ്യനെ ഇന്നലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിനോജ്, ഇതിനകം തന്നെ ഇതൊരു വലിയ വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു. വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം കേസുമായി അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണോ പോലീസ് തീരുമാനം? ആര്യ, കീർത്തന, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ്. പോലീസ് സ്വമേധയെടുത്ത കേസാണ്. പോലീസിന് പിൻവാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഒരു സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കുറ്റങ്ങൾ ചുമത്തിയെടുത്ത കേസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണ്. പോലീസ് ഇന്നലെ തിടുക്കപ്പെട്ട് N സുബ്രഹ്മണ്യനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. അതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ നിർമ്മല ആശുപത്രിയിലും കോഴിക്കോട് ചേവാർ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ പോലീസിന് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ സാധിച്ചിട്ടില്ല. ഇന്നലെ പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം സുബ്രഹ്മണ്യനെ വിട്ടയക്കുകയാണ് ചെയ്തത്. വിട്ടയക്കുന്ന കൂടുതൽ നോട്ടീസ് നൽകിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തലും വീണ്ടും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഫോണും കസ്റ്റഡിയിലെടുത്തിയത്. കാരണം ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും പങ്കെടുത്ത വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ടാണ് താൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. AI നിർമ്മിതമായ ഫോട്ടോസ് അല്ല. കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതൊരു AI ചിത്രമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് സ്വമേധ കേസെടുത്തിരിക്കുന്നത്. അതിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച ചിത്രം അതേപടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്ന നിലപാടിൽ തന്നെ സുബ്രഹ്മണ്യൻ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി UDF ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി CPM നിർദ്ദേശപ്രകാരം പോലീസ് തിടുക്കപ്പെട്ട് ചെയ്ത ഒരു നടപടിയായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതിൽ പോലീസ് സ്വമേധ എടുത്ത കേസായതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ N സുബ്രഹ്മണ്യനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ആര്യ.